ഹായ് അമീസ്. നമ്മുടെ ആര്യരാങ് ആൽബത്തിലെ സ്വിം സോങ്ങിന് കാലിഫോർണിയയിലെ കോടതിയിൽ ഒരു കോപ്പിറൈറ്റ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ സോങ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റീവ് കൂപ്പർ, ജോൺ സാൻഡലർ, ഗ്രെയിലിൻ ജോൺസ് എന്നീ 3 പേര് ചേർന്നിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്വിം എന്ന് തന്നെ പേരുള്ള അവരുടെ പാട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ BTSന്റെ സ്വിം സോങ്ങിൽ കോപ്പി അടിച്ച് ചേർത്തു എന്നാണ്. മാത്രമല്ല 2025 മാർച്ചിൽ അവർ ഈ സോങ് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള പലർക്കും അയച്ചു കൊടുത്തിരുന്നെന്നും അങ്ങനെ ലീക്കായതാവാം എന്ന് പറയുന്നുണ്ട്. ഹൈബിനും ബിഗ് ഹിറ്റ് മ്യൂസിക്കിനും കൂടാതെ സ്വിമ്മിന്റെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന റയാൻ ടെഡർ എന്ന് പറഞ്ഞ ഒരാൾക്കും എതിരായിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ BTS മെമ്പേഴ്സിനെ ആരെയും ഇതിൽ വ്യക്തിപരമായിട്ട് പ്രതി ചേർത്തിട്ടില്ല. ഈ സോങ്ങിന്റെ കോ റൈറ്ററാണ് RM. എന്നാൽ RMനെ പോലും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ജൂലൈ 10 ഈ ആരോപണങ്ങൾ തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവും ആണെന്ന് പറഞ്ഞിട്ട് ബിഗ് ഹിറ്റ് ഒരു ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. സ്വിം പൂർണ്ണമായും ഇൻഡിപെൻഡന്റായി നിർമ്മിച്ചതാണെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. പരാതിക്കാരനാണെങ്കിൽ തങ്ങളുടെ വാദം തെളിയിക്കാൻ വേണ്ടിയിട്ട് അലക്സാണ്ടർ സ്റ്റീവേർട്ട് എന്നൊരു മ്യൂസിക് എക്സ്പേർട്ടിനെയാണ് സമീപിച്ചിട്ടുള്ളത്. ഇയാളാണെങ്കിൽ ഇപ്പോൾ വന്ന 3 തരികിടാണ്. കാരണം ഇതിനു മുമ്പ് എഡ് ഷീരൻ, ലെഡ് സ്റ്റെലിൻ തുടങ്ങിയ ലോക പ്രശസ്ത ഗായകർക്കെതിരെ ഇത്തരത്തിലുള്ള പ്ലേജിയാരിസം റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ള ആളാണ്. എന്നാൽ അതൊക്കെ വ്യാജ എന്ന് പറഞ്ഞിട്ട് കോടതി തള്ളിക്കളയായിരുന്നു. ഇതൊരു ടൈപ്പ് ക്രിമികടിയാണ്. സ്വിം ഇപ്പം നോട്ടെത്താത്ത അത്രയും ഉയരത്തിലെത്തി നിൽക്കുമ്പോൾ ചിലർക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ക്രിമികടി. നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, നമുക്ക് കോടതിയിൽ കാണാം. കൊക്കെത്ര കോളം കണ്ടതാ. അപ്പോൾ ബൈ മിസ്. ഇനി ഇതുപോലെ എന്തെങ്കിലും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ വരാം.